ഹായ് ഫ്രണ്ട്സ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മിയെ കൊണ്ട് ചട്ടി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മിക്ക് ഒരു ചട്ടിക്ക് വരെ എത്ര ചട്ടിയാണ് മമ്മി വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മമ്മി ഒരു ചട്ടി എന്ന് പറഞ്ഞു പോയിട്ട് എത്ര ചട്ടി മമ്മി വാങ്ങി? ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇതൊക്കെ എവിടുന്നാ വാങ്ങിയേ? ഇതൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഓൺലൈൻ ഷോപ്പിംഗ്. കുഞ്ഞി പൊതി എന്താ? അതും ചട്ടിയാണോ? കുഞ്ഞിപ്പൊതി എന്താണെന്നറിയാവോ? ഇത് നമ്മൾ എവിടെയൊക്കെ യാത്ര പോകുമ്പോഴേ നമ്മുടെ എന്തോ കണസ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ വല്ല യാത്രയൊക്കെ പോകുമ്പോഴേ നമ്മുടെ ടൂത്ത് ബ്രഷ് ഒക്കെ ഒന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ പത്രത്തിലൊക്കെ പൊതിഞ്ഞ് ടൂത്ത് ബ്രഷ് തന്നെ കഷ്ടപ്പെട്ടാ കൊണ്ടോണേ, എന്നാലാണ് ടൂത്ത് ബ്രഷ് ഇടാൻ വേറെ സാധനം. അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ പത്രത്തിലൊക്കെ പൊതിഞ്ഞ് എവിടെയെങ്കിലൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കണ്ടാ മതി. ഇങ്ങനെ കൊറേ സാധനങ്ങളോട് ഇരിപ്പുണ്ട് കേട്ടോ. നോക്കാം. നോക്കാം. അത് പൊട്ടിക്ക്, അത് നോക്കട്ടെ അതെന്താന്ന്. ആഹാ, കളർഫുൾ ആണല്ലോ. കളർഫുള്ളാണ്. ഇതുണ്ട്, രണ്ട് സാധനം ഉണ്ട്. ഒരെണ്ണം എനിക്കാണോ? ഒരെണ്ണം എടുത്തോ. മമ്മിക്കിന്റെ അടിക്കാതെ നിനക്ക് വേണേ നീ വേറെ മേടിച്ചോളന്നല്ലേ? അങ്ങനെയില്ല, ഇതുണ്ട്, നല്ല രസമുണ്ട്. ഇത് നമുക്ക് എല്ലായിടത്തൊക്കെ യാത്ര പോകുമ്പോഴേ അതിനകത്ത് വെച്ചുകൊണ്ടാമല്ലേ. അത് ശരിയാ, കൊണ്ടുപോകാൻ നമ്മളെവിടെയും പോകുമ്പോഴത്തേനും ഒരു പത്രം ഓടിച്ചെന്നെടുത്തു, അതിനകത്തേക്ക് പൊതിഞ്ഞു വെച്ചു. പിന്നെ അത് അവിടെ എവിടെയാ വെക്കണമെന്ന് ഓർമ്മയില്ല. അതെ അതെ, കാണാതെ പോകും അല്ലേ? അത് ശരിയാ. ഇങ്ങനെ മമ്മി കൊറേ സാധനം മേടിക്കും കേട്ടോ. എന്തിനാന്ന് പോലും അറിയത്തില്ല. ഇന്നാള് കൊറേ സാധനം മേടിച്ചിട്ട് ജോയ്ക്കുട്ടിനെ കളിക്കാൻ കൊടുക്കുവല്ലേ. നമ്മള് ഈ ടി വി ഒക്കെ ഓണാക്കുമ്പോ മറ്റേ 100 രൂപയുടെ അത് സാധനങ്ങളൊക്കെ പരസ്യം കാണും. എന്റെ ദൈവം, എനിക്ക് അങ്ങനെ ഒരു കളിപ്പ് പറ്റി. ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിക്കരുതെന്ന് ഓർത്തോണ്ടിരുന്നതാ. എന്നിട്ട് പിന്നെ ഇപ്പൊ ഇത് മേടിച്ചതോ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. നല്ല നല്ല. അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നിക്ക് നിക്ക് നിക്ക്, പൊട്ടിക്കലേ. അപ്പൊ അത് ഈ ചട്ടി അന്ന് മേടിച്ചല്ലേ കടയിൽ നിന്ന്? ചട്ടി നമ്മൾ രണ്ടുപേരും പോയി മേടിച്ചതാ. ഇതെന്താ അതിനകത്ത് കറി വെച്ചോ? ഇല്ല, ഇത് ഞാനത് മെരുക്കി എണ്ണയൊക്കെ തൂത്ത് നല്ല ഭംഗിയാക്കി വെച്ചേക്കാം. എന്ന് വെച്ചാ ഈ മെരുക്കാന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പാകത്തിനാക്കി അതിന്റെ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ തൂത്ത് നന്നായിട്ട് കഴുകി ചൂടാക്കി. പിന്നെ ഞാൻ സവോള ഇട്ട് വഴറ്റി നന്നായിട്ട് കറപ്പിച്ച് അപ്പൊ ഇതെല്ലാം തൂത്തെടുത്ത് വെച്ച് നല്ല റെഡിയാക്കി വെച്ചേക്കുക. കരിയൊന്നുമില്ല. കൊള്ളാം. എന്നാന്നേലും ഞാൻ അതിനകത്ത് കുക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. എടുത്ത് പൊക്കാൻ പോലും പറ്റില്ല, ഭയങ്കര കനമാണ് അതിന്. അപ്പൊ അമ്മയുടെ ബാക്കിയുള്ള ചട്ടി നമുക്ക് നോക്കാം. തുറന്നോ. അതിന് ഇച്ചിരി വലിപ്പം കുറവാണല്ലോ മമ്മി. ചട്ടിയാണോ അത്? അപ്പൊ ഈ 2 ബോക്സ് മമ്മി ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഫുൾ ടൈം മമ്മി പാത്രത്തെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നോണ്ട് എല്ലാ പാത്രങ്ങളുടെയും പരസ്യം മമ്മി ഫേസ്ബുക്ക് തുറന്ന പാത്രങ്ങളുടെ പരസ്യം മാത്രമേ ഉള്ളൂ മമ്മിക്ക്. നോക്കാം. എനിക്ക് പാത്രമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ അങ്ങനെ സാധനം മേടിക്കാൻ വലിയ ഇഷ്ടമല്ല. പാത്രം വീക്ക്നെസ് അമ്മയുടെ. ഉപയോഗിക്കില്ല, എന്നാലും ഉപയോഗിക്കണമെന്നാണ്. തുറക്ക ആകാംക്ഷ ഭരിതയായിട്ട് മമ്മി ഇരിക്കുകയാണ്. 2 ദിവസമായിട്ട്. ആദ്യത്തെ പൊതി ഇത് ഇന്ന് വന്നതാ, 2 ദിവസം മുമ്പ് വന്ന കേട്ടോ ഈ പൊതി. ഞാൻ തുറപ്പിക്കാതെ വെച്ചിരുന്നു. ഓ, തിളങ്ങുള്ളത്. ഇഷ്ടപ്പെട്ടോ? ആഹാ, ക്യൂട്ടായിട്ടുണ്ടോ? ഇതിന് എത്ര രൂപ മമ്മി? ഇതിന് 1900 ആണോ? 1900-നുണ്ടോ ഇത്? പിന്നെ നല്ല വെയിറ്റ് ആണ്. എടുത്ത് പിടിച്ചു നോക്കി. വെയിറ്റ് ഉണ്ടെന്ന് കൊണ്ട് കാര്യമില്ല, നമുക്ക് കറി വെക്കാനല്ലേ. എന്റെ അമ്മേ വേണ്ട. ഇരുമ്പിന്റെ ചെടി, അതും ഇരുമ്പിന്റെ അല്ലേ? ഇതെല്ലാം കളർ വ്യത്യാസം ഉണ്ടല്ലോ. ഉണ്ടല്ലോ, എന്നാന്നറിയാവോ? ഇത് കടയിൽ പോയി മേടിച്ചതല്ലേ. അത് കഴിഞ്ഞപ്പോ ഇത് കണ്ടപ്പോ എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി, നല്ലൊരു ഇഷ്ടം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ വെക്കാം. ഇത് കണ്ടിട്ട് കറി വെക്കാൻ തോന്നുന്നല്ലോ മീ. അതെ, ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ മേടിച്ചേ. അത് വമ്പനാന്ന് തോന്നുന്നു. അല്ലല്ല, വമ്പനൊന്നുമല്ല, പെട്ടി വലുതാന്നേ ഉള്ളൂ. ഇതിനകത്തൊക്കെ എന്തുണ്ടാക്കും മമ്മി? നോക്കാം. ബിരിയാണി വെക്കാൻ പറ്റുമോ അതിനകത്ത്? ഇത് കണ്ടോണ്ടിരിക്കുന്ന ആ ചേച്ചിമാരെല്ലാം എന്നെ ഓടിച്ചിട്ടടിക്കുമെന്ന ബിരിയാണി വെക്കാൻ പ്ലാൻ ചെയ്തു. അതിനകത്ത് പിന്നെ നന്നായിട്ട് ഇറച്ചിക്കറി വെക്കാം അല്ലേ? ഇറച്ചിക്കറി നമുക്ക്. ഇതൊക്കെ ഇത് മറ്റേ പാനാണെന്ന് തോന്നുള്ളൂ. പാനാണോ ഇത്? പാൻ ടൈപ്പാണോ?
ഓക്കെ, അത് ചെറിയ തോരൻ മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കാം അല്ലേ? അമ്മ ഇതെല്ലാം കൂടെ ഡാഡി കണ്ടാ എന്നെ ശരിയാക്കും. ഡാഡി കാണുമല്ലോ. എന്നെ സാധനം മേടിച്ചാലും ഡാഡി അറിയാതെ പറയാതെ പോയി മേടിക്കും. അത് ഞാൻ 1 വർഷമൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് പുറത്തിറക്കും. ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എവിടെയെല്ലാം പാത്ത് വെച്ച് പിന്നൊരു അയ്യോ. പക്ഷെ ഡാഡി അറിയുന്നില്ല നമ്മുടെ വിചാരം. ഡാഡി അറിയുന്നൊക്കെ അല്ല അറിയും. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണോ? അത്ര ലൈറ്റ് വെയിറ്റ് അല്ല, ഇത് ഇരുമ്പ് ചീനച്ചിട്ട് ഇത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണുള്ളത്. കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റാ. അതെനിക്കിഷ്ടായി. ഇതെനിക്കിഷ്ടായി. ഇതാ ഇരുമ്പ്. ഡാഡി അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കാണുമ്പോഴേ ഇത്രയും ചട്ടിയൊക്കെ എന്തിനാ നീ ഉപയോഗിക്കുവോ, ആവശ്യത്തിന് എവിടെ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ വരുമ്പോഴേ കാണിക്കുമൊന്നുമില്ല, ഇച്ചിരി കഴിഞ്ഞിട്ടൊക്കെ കാണിക്കുള്ളൂ. പിന്നെ ചട്ടിയല്ലേന്ന് ഓർത്ത് ഡാഡി ക്ഷമിക്കുമല്ലേ? അത് തന്നെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇതിന് എത്ര രൂപയായി? ഇതിനോ? 900. ഇന്ന് എത്ര രൂപയാ ഇതിന് കൊടുത്തേ? 900 ആ ഒരു റേഞ്ച് ആയി അല്ലേ? നല്ല നിങ്ങളുടെ മമ്മി റിവ്യൂ പറയാം ഇതിനെ പറ്റി. ഏറ്റവും ഇഷ്ടപ്പെട്ട ചട്ടി ഏതാ ഇതിനകത്ത്? ഇത് പക്ഷെ എനിക്കൊരു കണ്ടിട്ടൊരു ഓമനത്തും തോന്നുന്നുണ്ടല്ലേ? ഓമനത്തും തോന്നുന്നു. ഇത് പിന്നെ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നുന്നു. എനിക്ക് തോന്നുന്നു എനിക്കിത് യൂസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ചട്ടി എന്നുള്ള നിലയ്ക്ക് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ. അപ്പൊ മമ്മി ചെലവുണ്ട് ഇത് മേടിച്ചിട്ടാ? ആ ചട്ടി മേടിച്ചിട്ട് ചെലവ് കൊടുത്ത് മേടിച്ചതാ. അപ്പൊ മമ്മിയുടെ പൂവൻ കോഴി ചാടി പോയിട്ടുണ്ട് കേട്ടോ. മമ്മി കോഴിയെ പിടിക്കാനായിട്ട് പോയതാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.